ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് ഏകാഗ്രതയുടെ ശക്തി. ഇന്നത്തെ അവ്യക്ത സൂചന: എൻ്റേത് ഒരു ബാബ, എൻ്റേതെല്ലാം ഒരേ ഒരു ബാബയിൽ അലിഞ്ഞു ചേരട്ടെ. അപ്പോൾ ഏകാഗ്രതയുടെ ശക്തി അവ്യക്തമാലാക സ്ഥിതി സഹജമായും അനുഭവം ചെയ്യിക്കും. എവിടെ വേണോ, എങ്ങനെ വേണമോ, എത്ര സമയം വേണോ അത്രയും സമയം മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകട്ടെ. ഇതിനെയാണ് പറയുന്നത് മനസ്സ് വശത്താണെന്ന്. ഈ ഏകാഗ്രത അർത്ഥം ഏകരസ മധുര ശാന്തിയുടെ സ്ഥിതിയിലൂടെ സഹജമായി തന്നെ ഡബിൾ ലൈറ്റ് മാലാക സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. മനസ്സിനും ബുദ്ധിക്കുമായി ഏകാഗ്രത വളരെയധികം ആവശ്യം തന്നെയാണ്. ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ ബാബയുടെ സേവനത്തിനായി, ലൗകിക അലൗകിക പരിവാരത്തിനായി എപ്പോഴും സ്പഷ്ടമായി ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഭാവിയിലേക്ക് എന്തു ചെയ്യണം? ഭാവിയിലേക്കുള്ള സ്പഷ്ടതയ്ക്ക് വേണ്ടി ഏകാഗ്രത വളരെ അധികം ആവശ്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ ഇന്നലെ മിനിയാന്നോ പറഞ്ഞിരുന്നല്ലോ, കൽപ്പം മുൻപ് എന്ത് സംഭവിച്ചു, എന്താണ് ശരി, എന്താണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സംഭവിച്ചതല്ലേ സംഭവിക്കൂ. അടുത്ത കൽപ്പവും ഇത് തന്നെ ഉണ്ടാകൂ. കൽപ്പം മുൻപ് എന്ത് സംഭവിച്ചു, ഇനി മുന്നോട്ടും എന്ത് സംഭവിക്കും, ഇത് സ്പഷ്ടമായി നമ്മുടെ ബുദ്ധിയിൽ വരണം. അതിനായി ഏകാഗ്രതയുടെ ശക്തി ആവശ്യമാണ്. പല കാര്യങ്ങളിൽ പല തരത്തിൽ നമുക്ക് ഏകാഗ്രതയെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ന് ബാബ പറയുന്ന ഏകാഗ്രതയുടെ വിധി തീർത്തും പുതിയതാണ്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ, അതിനർത്ഥം എന്താണെന്നുള്ളത്. എൻ്റേത് ഒരു ബാബ, എൻ്റെ സർവ്വതും ഒരേ ഒരു ബാബയിൽ ലയിക്കണം. 10 ബന്ധുക്കളുണ്ടെങ്കിലും, അലൗകിക പരിവാരം പലതുണ്ടെങ്കിലും, പല സംബന്ധികളുണ്ടെങ്കിലും സർവ്വതും ബാബയുടേത് തന്നെയാണല്ലോ. ആദ്യം ഇത് പക്കയാക്കണം മനസ്സിൽ. സർവ്വരും ബാബയുടേതാണ്, സർവ്വതും ബാബയുടേതാണ്. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയില്ല. ബാബ എന്ന് പറയുമ്പോഴും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റേത് ഒരു ബാബ, സർവസ്വവും ഒരേ ഒരു ബാബയിൽ തന്നെ മുഴുകണം. അപ്പോൾ ആരുടെ ഓർമ്മയാണ് നമുക്ക് വരിക? എന്ത് കേട്ടാലും ബാബയുടെ അല്ലേ വരുള്ളൂ. നമ്മുടെ ഏതെങ്കിലും ഒരു സംബന്ധിയുടെ കാര്യമാണെങ്കിലും എന്തിൻ്റെങ്കിലും കാര്യമാണെങ്കിലും അവർക്ക് ശക്തി നിറയട്ടെ എന്നുള്ള സങ്കല്പം വേണം വരാൻ. അപ്പോൾ അത് സഫലമാകും. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. എൻ്റേത് ഒരു ബാബ, എൻ്റെ സർവ്വതും ഒരേ ഒരു ബാബയിൽ ലയിക്കണം. ഏകാഗ്രതയുടെ ശക്തി ഫരിസ്ഥാസ്ഥിതിയുടെ അനുഭവം നമുക്ക് സഹജമായും നൽകും. ഏകാഗ്രതയുടെ ശക്തിയും ഫരിസ്ഥാസ്ഥിതിയും സഹജമാകും. എവിടെ, എപ്പോൾ, എങ്ങനെ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നു അത്രയും സമയം മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാൻ പ്രയത്നിക്കൂ. ഇതിനെയാണ് പറയുന്നത് മനസ്സ് തൻ്റെ വശത്തായി എന്ന്. മനസ്സിൽ പലതരത്തിലുള്ള ചിന്തനങ്ങൾ വരും, സങ്കല്പങ്ങൾ, ഐഡിയാസ്, പദ്ധതികൾ, പലതരത്തിലുള്ള കൽപ്പനകൾ. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇതുപോലെ ആവണം എന്നൊക്കെ വരുമല്ലോ. പക്ഷെ അതുപോലെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, റൈറ്റ് ആവണമെന്നില്ല. പിന്നെ വീണ്ടും അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. സർവ്വതും ബാബയിൽ അർപ്പിച്ചതിന് ശേഷം പിന്നീട് ചിന്തിക്കണം. അതിനാലാണ് ബാബ പറയുന്നത് എവിടെ ആഗ്രഹിക്കുന്നു, എങ്ങനെ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നു അത്രയും സമയം മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കണം. അതിനെയാണ് പറയുന്നത് മനസ്സ് വശത്തായി. മനസ്സിനെ വശത്താക്കി. ബാബ പറയാറുണ്ടല്ലോ, ദീർഘവീക്ഷകരായി ചിന്തിക്കൂ. ക്ലിയർ വിഷൻ, സ്പഷ്ടമായ വീക്ഷണമായിരിക്കണം. ഇതിന് വളരെ നല്ലൊരു യുക്തിയാണ് ബാബ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏകാഗ്രത എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്? ഏകരസസ്ഥിതി, സ്വീറ്റ് സൈലൻസിൻ്റെ സ്ഥിതി.
ഏകരസസ്ഥിതി, മധുരമായ ശാന്തിയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സഹജമായും ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ യാത്ര ആരംഭിച്ചു, ആത്മീയ യാത്ര. നമ്മുടെ യാത്രയുടെ അന്തിമ സ്ഥിതി ഫരിസ്ത സ്വരൂപത്തിൻ്റെ സ്ഥിതിയാണ്. നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അവനവന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്ഥിതിയിലൂടെ നമ്മുടെ കൂടെയുള്ളവരുടെയും മനസ്സിനെ സ്ഥിരതയുള്ളതാക്കി മാറ്റുക, സമയത്തിനനുസരിച്ച് യോഗദാനം ചെയ്യുക. ഇന്ന് നോക്കൂ, ആർക്കെങ്കിലും എന്തെങ്കിലും യോഗദാനം വേണമെങ്കിൽ, പ്രശ്നത്തിൻ്റെ പരിഹാരം വേണമെങ്കിൽ ആരെയാണ് ഫോൺ ചെയ്യുക? ബാബയുടെ വീട്ടിലേക്കല്ലേ ഫോൺ ചെയ്യുള്ളൂ? അലൗകിക പരിവാരത്തോടല്ലേ പറയുള്ളൂ? ലൗകികത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും അവരും താങ്കളുടെ ആശീർവാദം വേണം, അതുപോലെ താങ്കളുടെ ശുഭചിന്ത വേണമെന്ന് ആരോടാണ് പറയുക? നമ്മളോടല്ലേ പറയുള്ളൂ. അതിനാൽ സ്വയത്തെ സമ്പന്നമാക്കി വയ്ക്കൂ. ഏത് സമയത്തും ആരും നമ്മളിൽ നിന്നും എന്തും പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അഥവാ നമ്മുടെ സ്ഥിതിയെ ഏകരസമാക്കി വെച്ചില്ലെങ്കിൽ നമുക്കെങ്ങനെ മറ്റുള്ളവർക്ക് സഹയോഗം നൽകാൻ സാധിക്കും? അതിനാൽ ബാബ പറഞ്ഞത് സർവസ്വവും ബാബയുടേതാണ് എന്ന് മനസ്സിലാക്കൂ. എൻ്റെ സർവസംബന്ധവും ബാബയിലേക്ക് ലയിപ്പിക്കൂ. എന്തുകൊണ്ടെന്നാൽ ആത്മാക്കൾ താങ്കളുടെ ആരാണ്? ഏതൊരാത്മാവിനെയും എൻ്റേതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ? ശരീരത്തിലുള്ളപ്പോൾ ഒരു സംബന്ധയാണ്, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ പതി, പത്നി, അങ്ങനെ എന്ത് സംബന്ധമാണോ അത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെയധികം അഭ്യാസത്തിൻ്റെ ആവശ്യകതയുണ്ട്. ബാബ നല്ലൊരു യുക്തിയാണ് നമുക്ക് പറഞ്ഞു തന്നത്. എനിക്കിത് വായിച്ചപ്പോൾ തന്നെ തോന്നിയത് വളരെ സഹജമായാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. ബാബ തൻ്റെ അഭയത്തിലേക്ക്, ആശ്രയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുത്തുകയാണ്. നമ്മൾ നോക്കൂ, ബാബയെ തിരിച്ചറിഞ്ഞു, സർവ്വതും ബാബയിൽ അർപ്പണം ചെയ്തു, ബാബയുടേതായി മാറി, നമ്മുടെ ബുദ്ധിയുടെ പൂട്ടും തുറക്കപ്പെട്ടു. ഓം ശാന്തി.